വെൽക്കം മോൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7493 കൗണ്ടർ IC യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മോഡ് 16 കൗണ്ടറും മോഡ് 8 കൗണ്ടറും വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാനായി പോകുന്നത്. സോ 7493 കൗണ്ടർ ICയുടെ ഒരു പിന്നൗട്ട് ഡയഗ്രം നിങ്ങൾക്ക് കാണാനായി പറ്റും. ഈ ഒരു 7493 എന്ന് പറഞ്ഞാൽ 14 പിന്നുള്ള ഒരു IC ആണ്. ഈ ICക്ക് എവിടെയാണ് VCC കൊടുക്കേണ്ടത്, ഗ്രൗണ്ട് കൊടുക്കേണ്ടത്, ഔട്ട്പുട്ട് കണക്ഷൻ എടുക്കേണ്ടത് ഒക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോഡ് 16ഉം മോഡ് 8 കൗണ്ടറായിട്ടും ഈ ഒരു IC നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പിന്നൗട്ട് ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പിന്നും 14th പിന്നുമാണ് നമുക്ക് ക്ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പിന്നായിട്ട് 7493ൽ മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ 2ഉം 3ഉം പിന്നെ റീസെറ്റ് പിന്നാണ്. അങ്ങനെ നമുക്ക് ഓരോ പിന്നിന് ഇപ്പോൾ 5th പിന്നാണെങ്കിൽ നമുക്ക് VCC കണക്ഷൻ കൊടുക്കേണ്ടതാണ്. 10th പിന്ന് ഗ്രൗണ്ടാണ്. അതുപോലെ Q3, Q2, Q1, Q0 പിന്നുകളെല്ലാം അതിൻ്റേതായ നമ്പേഴ്സ് നമുക്ക് ഈ ഒരു പിന്നൗട്ട് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും. ചില പിൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നോ കണക്ഷൻ വരുന്ന പിന്നുകളും അതിനകത്ത് ഉണ്ട്. ഇനി എങ്ങനെയാണ് മോഡ് 16 കൗണ്ടറായിട്ട് ഈ 7493 ICയെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. നമുക്കറിയാം എന്താണ് മോഡ് 16 കൗണ്ടർ എന്ന് പറയുന്നത്. 0 0 0 0 മുതൽ 1 1 1 1 വരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 0 to 15 വരെയുള്ള 16 നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ മോഡ് 16 കൗണ്ടർ എന്ന് പറയുന്നത്. 0 to 15 വരെയുള്ള 16 നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു കൗണ്ടറിനെ നമുക്ക് മോഡ് 16 കൗണ്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് 4-bit ബൈനറി അപ്പ് കൗണ്ടർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ Q3, Q2, Q1, Q0 ഔട്ട്പുട്ടുകൾ വരെ വേണം. അത് നമ്മൾ ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Q0 എന്നുള്ള ഒരു കണക്ഷൻ നമ്മൾ ക്ലോക്ക് പൾസിനായിട്ട് ഉള്ള ആ ഒരു ഫസ്റ്റ് പിന്നിലേക്ക് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 14ലാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, റീസെറ്റ് പിന്നുകളെല്ലാം ഗ്രൗണ്ട് കണക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പിന്നൗട്ട് ഡയഗ്രാം നമ്മൾ നോക്കിയിട്ട് കണക്ഷൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കണക്ഷൻ ചെയ്യുന്ന സമയത്ത് 14th പിന്നിലാണ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് പിന്നും 12th പിന്നും കൂടി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ഇനി ഇത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് 16 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഇനി മോഡ് 8 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മോഡ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? Q3, Q2, Q1 3 ഔട്ട്പുട്ട് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 0 0 0 മുതൽ നമുക്ക് 1 1 1 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 0 മുതൽ 7 വരെയുള്ള 8 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ മോഡ് 8 കൗണ്ടർ എന്ന് പറയുന്നത്. ഈ മോഡ് 8 കൗണ്ടറിനെ വേണമെങ്കിൽ നമുക്ക് 3-bit ബൈനറി അപ്പ് കൗണ്ടർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നൗട്ട് ഡയഗ്രാം, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ ചെയ്തിട്ട് ഈ IC മോഡ് 16 ആയിട്ടും മോഡ് 8 ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കണക്ഷൻ മോഡ് 8 ആകുമ്പോഴും മോഡ് 16ൻ്റെ സെയിം കണക്ഷനാണ് ഏകദേശം വരുന്നത്. പിന്നെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ക്ലോക്ക് പൾസ് ഫസ്റ്റ് പിന്നിൽ അപ്ലൈ ചെയ്താലാണ് ഇത് ഏത് മോഡ് 8 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 14ഉം 12ഉമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ആവശ്യമില്ല. സോ അത് നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് കൊടുക്കുന്ന കണക്ഷൻ നോക്കുമ്പോഴാണ് നമുക്കിത് മോഡ് 16 മോഡ് 8 ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് പറ്റുന്നത്. സോ അത്രയൊരു വ്യത്യാസമേ ഈ ഒരു ICയിൽ മാറ്റമുള്ളൂ. നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നു, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? Q0 ഔട്ട്പുട്ട് മാറ്റുന്നു, അതിലേക്ക് വരുന്ന കണക്ഷനും മാറ്റി കൊടുക്കുന്നു. ഇത്രയാകുമ്പോഴത്തേക്കും ഈ മോഡ് 16 മോഡ് 8 ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു 4-bit ബൈനറി അപ്പ് കൗണ്ടർ എന്ന് ചോദിച്ചാലും മോഡ് 16 എന്ന് ചോദിച്ചാലും നമുക്ക് ഈ ഒരു 7493 IC വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ മോഡ് 8 കൗണ്ടറിനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3-bit ബൈനറി അപ്പ് കൗണ്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോഡ് 8 കൗണ്ടർ എന്ന് ചോദിച്ചാലും 3-bit ബൈനറി അപ്പ് കൗണ്ടർ എന്ന് ചോദിച്ചാലും നമുക്ക് ഈ 7493 IC യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ്. നമുക്ക് 7493 IC പ്ലേസ് ചെയ്യാം. 7493 IC 14 പിന്നുള്ള ഒരു IC ആണ്. IC പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് ബോർഡിൽ വരുന്ന കണക്ഷൻസ് നോക്കാം എന്താണെന്ന്. 2ഉം 3ഉം 10ഉം എല്ലാം ഗ്രൗണ്ടിലേക്ക് പോകുന്നൊരു കണക്ഷനാണ്. അതായത് റീസെറ്റ് പിന്നെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. 2ഉം 3ഉം നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. 3യിൽ നിന്ന് നമുക്ക് 10ലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രൗണ്ട് കണക്ഷൻ ഇതിലേതെങ്കിലും ഒരു പോയിൻറ്റിൽ കൊടുത്താൽ 3 പിന്നും ഗ്രൗണ്ടായി സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൗണ്ട് കണക്ഷന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വരുന്നത് നമുക്ക് ക്ലോക്ക് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ICയുടെ 14th പിൻ ഫസ്റ്റ് പിന്നും 12th പിന്നും കൂടി നമുക്ക് ഷോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. സോ ഫസ്റ്റ് പിന്നും 12th പിന്നും കൂടി ഷോർട്ട് ചെയ്യുന്നുണ്ട്. 12th പിന്നിൽ നിന്നാണ് നമ്മൾ Q0 ഔട്ടും എടുക്കുന്നത്. ഇത്രയും സാധനമേ ഉള്ളൂ നമുക്ക് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് കിറ്റിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടുകൾ Q3, Q2, Q1, Q0 എന്നുള്ളൊരു ഓർഡറിൽ കണക്ട് ചെയ്യുക. അതുപോലെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. VCC ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുക. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഇൻപുട്ട് കണക്ഷൻസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇത് നോക്കി. ഇനി Q3 എന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ബ്രെഡ് ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11th പിന്നിലാണ് Q3 പോകുന്നത്. അതുപോലെ Q2 എന്ന് പറഞ്ഞാൽ 8ാമത്തെ പിന്നിലേക്കാണ് പോകുന്നത്. Q1 9th പിന്നിലും Q0 12th പിന്നിലുമാണ് കണക്റ്റ് ചെയ്യേണ്ടത്. Q3, Q2, Q1, Q0 ആ ഒരു ഓർഡറിൽ വേണം നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കണക്ഷൻ മീൻസ് കൗണ്ടിങ് പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. Q3, Q2, Q1, Q0 ഓർഡറാണ്. ഇത് നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ Q3 പോയിക്കുന്ന പിന്നെ ഏതാണ് അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യുക. Q3 11ലും Q2 8ലും Q1 നമുക്ക് പോകുന്നത് 9th പിന്നിലും Q0 12th പിന്നിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യുക. ക്ലോക്ക് ICയുടെ 14th പിന്നിൽ മോണോപൾസ് റെഡിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലോക്ക് അപ്ലൈ ആവുന്നത്. ഫസ്റ്റ് ക്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്കെല്ലാം 0 ആണ്. നെക്സ്റ്റ് 1 കൗണ്ട് ചെയ്യുന്നുണ്ട്. 001 0010 എന്ന് പറഞ്ഞാൽ 2 ആണ്. 00113 01004 അങ്ങനെ 5 6 7 8 9 10019 1010 10 11 11 12 13 14 15 കഴിഞ്ഞാൽ അടുത്ത ക്ലോക്ക് പൾസിൽ ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയിക്കോളും. സോ നമ്മൾ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ചെയ്തിട്ട് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലോക്കിൽ വേണമെങ്കിലും ഇത് അപ്ലൈ കൊടുക്കാം. സോ ആ സമയത്ത് നമുക്ക് പുഷ് ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനെ ഓരോ പുഷ് ബട്ടൺ ഓരോ ക്ലോക്ക് പൾസും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൗണ്ടിങ് പ്രോസസ്സ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ മോഡ് 16 കൗണ്ടറായിട്ട് ഈ ഒരു IC വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 000 മുതൽ 111 വരെയുള്ള 16 നമ്പേഴ്സ് ഈ ഒരു കൗണ്ടർ IC ഉപയോഗിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു സെയിം സാധനം തന്നെ നമുക്ക് 7493 ആയിട്ട് 7493 മോഡ് 8 കൗണ്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മോഡ് 8 കൗണ്ടറിന് 3 ഔട്ട്പുട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരുന്ന Q0 മാറ്റുന്നു. അതുപോലെ Q0യിലേക്ക് 1ൽ നിന്ന് ഷോർട്ട് ചെയ്തിരുന്ന ആ ഒരു കണക്ഷനും എടുത്ത് മാറ്റുന്നു. അത്ര ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ക്ലോക്ക് പൾസ് നമ്മൾ 14ൽ കൊടുത്തിരുന്നത് എടുത്ത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് പിന്നിലേക്ക് കണക്ട് ചെയ്യുക. സോ ക്ലോക്ക് പൾസ് നമ്മൾ ICയുടെ 14th പിന്നിൽ നിന്ന് ഫസ്റ്റ് പിന്നിലേക്ക് കൊടുക്കുക. 3 ഔട്ട്പുട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. Q3, Q2, Q1 അത് നമ്മൾ 11 8 9 എന്നുള്ളൊരു ഓർഡറിൽ ആ ഒരു രീതിയിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് പൾസ് മാറ്റണം. അതുപോലെ തന്നെ 1ഉം 12ഉം കൂടി ഉണ്ടായിരുന്ന കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞതിന് ശേഷം ക്ലോക്ക് പൾസ് 14ലായിരുന്നു കൊടുത്തിരുന്നത്. മോഡ് 16 ചെയ്യുന്ന സമയത്ത് അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പിന്നിൽ കൊടുക്കാം. ഓക്കെ, ICയുടെ ഫസ്റ്റ് പിന്നിൽ കൊടുക്കുക. നേരത്തെ 14th പിന്നിലായിരുന്നു കൊടുത്തിരുന്നത്. ഇത്രയും ഒരു കണക്ഷൻ ചെയ്യുമ്പം തന്നെ ഈ 7493
മോഡ് 8 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ ബാക്കിയുള്ള VCC ഗ്രൗണ്ട് കണക്ഷൻസൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോക്ക് ഫസ്റ്റ് പിന്നിൽ കൊടുക്കാം. 12th പിന്നിൽ നിന്ന് ഫസ്റ്റ് പിന്നിലേക്കുള്ള നേരത്തെ ഉണ്ടായിരുന്ന കണക്ഷൻ മാറ്റുന്നു. അതുപോലെ Q0 എന്നുള്ള ഔട്ട്പുട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ 7493 IC വെച്ച് നമുക്ക് മോഡ് 8 കൗണ്ടർ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് 7 വരെ കൗണ്ട് ചെയ്ത് 1 1 1 വരെ കൗണ്ട് ചെയ്യുന്നത് കാണാം. പിന്നെ അത് 0 ആവുന്നത് കാണാം. 001 01 00 11 1001 01 11 111 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെയിം 7493 തന്നെ നമുക്ക് എന്തായിട്ടും വർക്ക് ചെയ്യിക്കാൻ പറ്റി, മോഡ് 8 കൗണ്ടറായിട്ടും വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റി. ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് മാറ്റി ശ്രദ്ധിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.